അനുമോളുടെ ഇത്തവണത്തെ കിച്ചൺ ഫൈറ്റിനെ കുറിച്ച് ചോദ്യം ചെയ്തിരിക്കുകയാണ് ലാലേട്ടൻ. സാബുമാനോട് പയറിന്റെ ആ ഇഷ്യൂ ലാലേട്ടൻ ചോദിച്ചു. അനുമോൾ കിച്ചണിൽ കയറിക്കഴിഞ്ഞാൽ എപ്പോഴും അടിയുണ്ടാകുന്നത് ഒരു പതിവായിട്ടുള്ള കാര്യമാണ്. ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും അനുമോളോട് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യേണ്ട അവസ്ഥയാണ്. ഇന്നും ലാലേട്ടൻ അതുതന്നെയാണ് ചോദിക്കുന്നത്. കിച്ചണിൽ എപ്പോഴും അനുമോൾ വിളമ്പാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. എന്താണ് ഇതിനുള്ള പരിഹാരമെന്ന് ചോദിച്ചപ്പോൾ നെവിന്റെ മറുപടിയായിരുന്നു സൂപ്പർ. നെവിൻ പറഞ്ഞു, ഇപ്പോഴും ഇവർക്ക് ഒരു നാണവുമില്ല. ഇത്രയും ദിവസമായിട്ട് അരിയുടെയും ചെറുപയറിന്റെയും മുട്ടയുടെയും എല്ലാം കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള പോംവഴി എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞു, ലാലേട്ട, ഇവിടെയുള്ള പാചകം ചെയ്യൽ നിർത്ത. എന്നിട്ട് സമയാസമയത്തിനുള്ള ആഹാരം ബിഗ് ബോസ് സപ്ലൈ ചെയ്തു തന്നാൽ മാത്രം മതി. അപ്പോൾ ഈ അടിയും വഴക്കുമൊന്നും ഉണ്ടാകില്ല എന്നാണ് നെവിൻ ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ എഴുതി തരുകയാണെങ്കിൽ അത് എളുപ്പമായല്ലോ എന്ന്. എന്തൊക്കെയാണ് ഈ നെവിൻ പറയുന്നത്? അവിടെ പോയിരിക്കുന്നത് സുഖവാസത്തിനാണോ? ബിഗ് ബോസിൽ കിച്ചണിൽ നിന്ന് തന്നെയല്ലേ അടി തുടങ്ങുന്നത്? അടിയില്ലെങ്കിൽ ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാകുമോ? 100 ദിവസത്തെ ബിഗ് ബോസ് എപ്പിസോഡിൽ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രം ടാസ്ക്. ബാക്കി മുഴുവൻ ഇവരുടെ അടികൾ മാത്രമല്ലേ? കിച്ചണിൽ നിന്ന് തുടങ്ങുന്ന അടി ഒരു വീക്കെങ്കിലും അവർക്ക് എത്തിക്കണ്ടേ? ഒരാഴ്ചയിലേക്കുള്ള മുഴുവൻ കണ്ടന്റും കിട്ടുന്നത് കിച്ചണിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് നെവിൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു തമാശയായി എടുത്താൽ മതി. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.